ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഞാൻ മേടിച്ച പുതിയ ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, ആപ്പിളിൻ്റെ ഒരു ഫോൺ ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത മേടിക്കുന്നൊരു സാധനമായിരിക്കും ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആപ്പിൾ എന്ന കമ്പനി ഹെഡ്ഫോൺ പോർട്ട് എടുത്ത് മാറ്റി പിന്നെ അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഈ ഒരു സാധനം മേടിപ്പിക്കാനായിട്ട് കസ്റ്റമേഴ്സിനെ അവർ മാക്സിമം ടെംപ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പം ആപ്പിള് എനിക്ക് തോന്നുന്നു അവരുടെ 5-മത്തെയോ 6-മത്തെയോ മോഡൽ ഹെഡ്സെറ്റാണിത്. കാരണം വയേർഡ് മാറ്റിക്കഴിഞ്ഞാൽ എയർപോഡ് 1 വന്നു, 2 വന്നു, 3 വന്നു, പിന്നെ എയർപോഡ്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ വന്നു, സെക്കൻഡ് ജനറേഷൻ വന്നു, പിന്നെ മാക്സ് ഉണ്ട്, അത് വലുതാണ്. അപ്പം മൊത്തം ഒരു 6-7 ടൈപ്സ് ഓഫ് ഹെഡ്സെറ്റ് തന്നെ അവരിപ്പം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നത് എയർപോഡ്സ് പ്രോയുടെ സെക്കൻഡ് ജനറേഷനാണ്. അപ്പം ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്, അതായത് iPhone 14 കൂടെ ഇറങ്ങിയ ഒരു ഹെഡ്സെറ്റാണിത്. അപ്പോൾ എന്തായാലും മേടിക്കുമല്ലേ, അതും കുറേ നാളത്തെ ആഗ്രഹം വെച്ചുകൊണ്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു മോഡൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആപ്പിളിൻ്റെ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് വയേർഡല്ല, വയർലെസ് ഹെഡ്സെറ്റ്, TWS എന്നാണ് അതിന് പറയുന്നത് അല്ലേ? അതെ, ട്രൂലി വയർലെസ് ഹെഡ്സെറ്റ് അങ്ങനെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആപ്പിളിൻ്റെത് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളെല്ലാം തന്നെ വയേർഡും പിന്നെ ഓവർ ദ ഹെഡ് ടൈപ്പ് ഹെഡ്ഫോൺസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ എന്ന് പറയുമ്പം എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ചിലപ്പം വേറെ രീതിയായിരിക്കും, ഇഷ്ടപ്പെടാം, ഡിപ്പെൻസ് ആണ്. അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ അൺബോക്സിങ്ങും പ്ലസ് ഒരു ചെറിയ ഒരു റിവ്യൂവും കൂടെ കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് ഞാൻ മേടിച്ച എയർപോഡ്സ് പ്രോ. ഞാൻ ചെറിയൊരു എൻഗ്രേവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരും പിന്നെ ചെറിയൊരു സ്റ്റാർ പോലത്തെ ഒരു സംഭവം ഞാൻ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനമല്ലേ, കാണാതെ പോയി. പിന്നെ നമ്മുടെ ഫൈൻ മൈ ഐഫോൺ പോലത്തെ ഐറ്റംസൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായി തീരുമെന്നുള്ളത്. പിന്നെ പുറമേ ഉള്ള ഒരു അപ്പിയറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മോഡലിന് ഇവിടെ നമ്മുടെ കയ്യിൽ ഞാത്തിയിടാനായിട്ട് ഉള്ളൊരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് ഇപ്പോഴും ഐഫോണിൻ്റെ പോലെ തന്നെ ലൈറ്റ്നിങ് ആണ്. അത് എപ്പോഴെങ്കിലും ഒരു ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നലുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പുറമേ നിന്നുള്ളൊരു അപ്പിയറൻസ് ഗംഭീരം തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഇരുന്ന് ചെക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പയ്യെ റൂമിൽ പോയിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളുടെ എയർപോഡ്സ് പിന്നെ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേപ്പറുകൾ, പിന്നെ ഇത് വന്ന ഒരു കവറ്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് എക്സ്ട്രാ ഇയർ ടിപ്സ്. ഇതൊന്നും തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചാർജറാണ്, സ്വാഭാവികം. അപ്പം തിരിച്ച് ഇയർപോഡ് ടിപ്സ് അങ്ങനെ കണ്ടല്ലോ പറയുന്നത്, ഇയർ ടിപ്സ്, അതെ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പേഴ്സണലി ഒരു ബുള്ളറ്റ് ടൈപ്പ് ഹെഡ്സെറ്റ് മേടിച്ചത്, അതുപോലെ തന്നെ ഇനി ഉപയോഗിക്കാൻ പോകുന്നതും. ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ഇന്നിയർ, നമ്മുടെ ബുള്ളറ്റ് ടൈപ്പ് അല്ലാത്ത ടൈപ്പ് ഹെഡ്സെറ്റുകളും പിന്നെ ഓവർ ദ ഹെഡ് വയ്ക്കുന്ന ടൈപ്പ് ഹെഡ്ഫോൺസുകളും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്.
പ്രത്യേകം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന സൈസ് സാധനങ്ങൾ ഇഷ്ടമല്ലായിരുന്നു എന്നതുകൊണ്ടാണ്. പിന്നെ ലോങ് ടൈം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുമില്ല, യൂസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പം പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആകാത്തൊരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. ചില ബുള്ളറ്റ് ടൈപ്പ് ഹെഡ്സെറ്റുകൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫിറ്റ് ആകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രോബ്ലം ഇപ്രാവശ്യത്തിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം നോർമലി ഒരു ഹെഡ്ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ടീപ്സ് ആയിരിക്കും വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്മോളും ഒരു ലാർജും വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം അവർ ഒരു എക്സ്ട്രാ സ്മോളും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ എനി ചാൻസ് ഞാനിതിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മീഡിയം എനിക്ക് ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ലാർജ് എന്തായാലും ഫിറ്റ് ആകത്തില്ല, സ്മോളോ എക്സ്ട്രാ സ്മോളോ വെച്ച് എനിക്കത് ഫിറ്റ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നിയർ ഇഷ്ടപ്പെടുന്ന ഒരാളായ ഞാൻ എന്തുകൊണ്ട് ബുള്ളറ്റ് ടൈപ്പ് ഈ ഒരെണ്ണം മേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യം ഇക്കോ സിസ്റ്റത്തിലോട്ട് വരാൻ തന്നെ ഏറ്റവും ബെസ്റ്റ് ആപ്പിളിൻ്റെ തന്നെ ഹെഡ്സെറ്റ് മേടിക്കുന്നത് തന്നെയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പം എന്താ പറയുന്നത്, നല്ല പോലെ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മിക്സ്ഡ് ആണ്, അല്ലാതെ എനിക്ക് ഇന്ന ഒരു ടൈപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നല്ല. നമ്മളുടെ ആ ഒരു മൂഡനുസരിച്ച് ചിലപ്പം ഇംഗ്ലീഷ് പാട്ടുകളായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഇങ്ങനെ ഇടിച്ച് പൊളി ട്രാൻസ് പോലത്തെ സാധനങ്ങളായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഞാൻ കേൾക്കുന്നത് ഭയങ്കര പഴയ 80s 90s പഴയ ഹിന്ദി മലയാളം പാട്ടുകളൊക്കെയാണ്. അപ്പം നമ്മളുടെ ഓരോ മൂഡനുസരിച്ചാണ് നമ്മൾ കൂടുതലും പാട്ട് കേൾക്കുന്നത്. ഇപ്പം നല്ലതുപോലെ പാട്ട് കേൾക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് 1 hour ട്രാവലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ ഉള്ള സൗണ്ടും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് ആ പാട്ട് കേൾക്കുന്നതിൽ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ തോട്ട്സ് വന്നപ്പോഴാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക എന്നുള്ളതുള്ളൂ. നമ്മൾ വേറെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് പ്രൈസിയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. പിന്നെ പുതിയത് ഇറങ്ങിയതുകൊണ്ട് ഞാൻ സെക്കൻഡ് ജനറേഷൻ മേടിച്ചു എന്നുള്ളൂ, ഇല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഞാൻ മേടിച്ചാണ്. എന്തായാലും 14 Pro മേടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് എന്നുള്ള ഒരു രീതിക്ക് മേടിക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതിൻ്റെ നമുക്ക് എന്താ വേണ്ട ഇൻസ്റ്റാളേഷനോ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, നമ്മുടെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു യൂസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളുടെ എയർപോഡ്സും ഫോണും ഞാനിവിടെ എടുത്ത് കൈവച്ചിട്ടുണ്ട്. അപ്പം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ചെറിയൊരു ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. നമ്മളുടെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടിരിക്കണം. ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആയാലേ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ആനിമേഷൻ പോപ്പപ്പായി വരത്തുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ ഹെഡ്ഫോണിൽ എൻഗ്രേവ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പേര് തന്നെയാണ് ഞാൻ എൻഗ്രേവ് ചെയ്തേക്കുന്നത്, ആ സെയിം ഡിസൈൻ ഈ ഫോണിൽ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ മേല. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വർക്കാകുന്നത് എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. IMEI നമ്പർ എന്തെങ്കിലും വെച്ചിട്ടാണോ എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. എനിവേസ് നമുക്കപ്പം കണക്റ്റ് ആക്കാം. ഒരു സൗണ്ടൊക്കെ കേട്ടു. ഞാൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പം ഹെഡ്ഫോണിൽ ഫുൾ 100 ആണ്, കേസിലും 100 ആണ്. കണ്ടിന്യൂ. അപ്പം 6 months ആപ്പിൾ മ്യൂസിക് ഫ്രീ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പ്ലോർ 100 million ഓൾ ആഡ് ഫ്രീ. ഇപ്പം വേണ്ട, നമുക്ക് പിന്നെ രജിസ്റ്റർ ചെയ്യാം. 11 pound പെർ മന്ത്, 6 month ഫ്രീ പീരീഡ് കഴിയുമ്പം. 11 pound എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1000-1100 രൂപ, 100 രൂപ വെച്ച് കൂട്ടുവാണെങ്കിൽ. കണക്റ്റ് ആയോ? അപ്പം ഇനി നമുക്ക് ഇയർ ടിപ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേസ് യുവർ ഇപ്പോൾ ഹെഡ്ഫോൺ നമ്മൾ രണ്ടും ചെവിയിൽ വെച്ച് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ചപ്പോൾ തന്നെ ആ ഒരു
നോയ്സ് നമുക്ക് കട്ടാകുന്ന അറിയാനുണ്ട്. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഗുഡ് സീലാണ് 2 സൈഡിലും എന്നാണ് പറയുന്നത്. അപ്പം മീഡിയം എനിക്ക് ഫിറ്റ് ആണെന്നാണ് ഐഫോൺ പറയുന്നത്. ഓക്കെ, ഡണ്ണ്. പിന്നെ ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ, പേഴ്സണലൈസ്ഡ് സ്പേഷ്യൽ ഓഡിയോ, അതെങ്ങനെയാണെന്നുള്ളത് ഇനി നോക്കണം. തല തിരിക്കുന്നതനുസരിച്ച് സ്റ്റീരിയോ ഓഡിയോ, സ്പേഷ്യൽ ഓഡിയോ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ആപ്പിൾ കെയർ ഉണ്ട്, അപ്പോൾ 2024 വരെ അതിൻ്റെതുണ്ട്. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പറൻസിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഒന്ന് നോക്കാം. പാട്ട് ഇപ്പോൾ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. ഞാനിപ്പോൾ ഉറക്കെയാണോ പയ്യാണോ പറയുന്നതെന്നുള്ള എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ പുറമേ ഉള്ള സൗണ്ടുകളൊന്നും തന്നെ കേൾക്കുന്നില്ല. എൻ്റെ സൗണ്ട് എനിക്ക് ചെറിയൊരു റിവർബ് ഉണ്ട്, പക്ഷേ അത്രയ്ക്ക് മാരകമല്ല. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം റിവർബ് കറക്റ്റായിട്ടുണ്ട്, നല്ല സൗണ്ടോടെയാണ് റിവർബ് ഉള്ളത്. ട്രാൻസ്പറൻസി ഓണാക്കി കഴിഞ്ഞപ്പം ഞാൻ ഈ പറയുന്ന സൗണ്ട് കറങ്ങി ഹെഡ്സെറ്റ് ത്രൂ എനിക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പം പ്രോ തന്നെയാണ്. ഫീച്ചേഴ്സ് അടിപൊളി തന്നെ, ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. ഞാൻ ഓഫ് ചെയ്തിട്ടു. ട്രാൻസ്പറൻസി ഓഫാണ്, നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ഇനി സ്പേഷ്യൽ ഓഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഫിക്സ്ഡ് ഉണ്ട്, ഹെഡ് ട്രാക്ഡ് ഉണ്ട്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗത്തോട്ട് തല വെച്ചാലും ഈക്വലാണ് സൗണ്ട്, ഒരു വ്യത്യാസമില്ല. വ്യത്യാസമൊന്നുമില്ല. ഹെഡ് ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പം ലെഫ്റ്റിലാണ്, റൈറ്റിലെ സൗണ്ട് ഇച്ചിരി കുറവാണ്. ഇപ്പം റൈറ്റിലാണ് കൂടുതൽ, ലെഫ്റ്റിൽ കുറവാണ്. അതിൻ്റെ പരിപാടിയാണ്. ഇപ്പം ഈക്വലാണ്. എനിക്കൊന്ന് തലയുടെ ആ ഒരു റൊട്ടേഷൻ പോകുന്നതനുസരിച്ചാണ് തോന്നുന്നു ഈ ഒരു പരിപാടി വർക്കാവുന്നത്. അതൊന്ന് ഓഫ് ചെയ്തേക്കാം. പാട്ട് ഓഫ് ചെയ്തു. അപ്പം സംഭവം അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. ഫീച്ചേഴ്സ് ഈസ് ഓസം. വെള്ളയായതുകൊണ്ട് ചെറിയ ചെളി കാര്യങ്ങൾ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ചെവി ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ ഇയർ വാക്സ് വരെ ഇതൊക്കെ പിടിക്കും. അപ്പം പ്രോപ്പറായിട്ട് ചെവിയും ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഇയർ ടിപ്സും ക്ലീൻ ചെയ്യുക. പിന്നെ പുറമേ ഉള്ള ചെളി നമുക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം നല്ലൊരു ലോങ് ടൈമിന് വേണ്ടി തന്നെയാണ് ഒരു കേസ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കളർ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പറയാം. ട്രാൻസ്ഫോർമേഴ്സ് ഫാനാണ് ഞാൻ. അതിനകത്തെ ബംബിൾ ബി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആ കാറും കമേറോ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. കാശുണ്ടാകുന്നെങ്കിൽ ഒരു ദിവസം ഒന്ന് മേടിക്കണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഓടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൊരു വണ്ടിയാണ്. എനിവേസ്, അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ഉള്ളതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ സാധനം മേടിച്ചത്. അപ്പം ജസ്റ്റ് ഈസിയാണ്, കയറ്റിയിടുക, ഇടുക, കഴിഞ്ഞ്. സേഫാണ്, നല്ല ഹാർഡാണ്, താഴെ പോയാലും പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി വെയിറ്റ് കൂടും, സ്വാഭാവികം. പിന്നെ ഒരു ക്ലിപ്പുണ്ട്, നമുക്ക് ബെൽറ്റേലെ ബാഗുകളൊക്കെ തൂക്കിയിടാം. അപ്പം ദാറ്റ്സ് ഗുഡ്. അപ്പം ഹെഡ്സെറ്റിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രൈസി ആയിട്ട് തോന്നുന്നതല്ല, ശരിയാണ്, പ്രൈസിയാണ്. ബട്ട് അതിനുള്ള ഫീച്ചേഴ്സൊക്കെ, ഇൻ്റഗ്രിറ്റി, ഒരു എന്താ പറയുക, ഇക്കോസിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
അടിപൊളിയാണ്. പിന്നെ ആപ്പിൾ വാച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ വാച്ചായിട്ടും അവർക്കത് കണക്ട് ചെയ്ത് ഇത് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസേഴ്സും കാര്യങ്ങളുമൊക്കെ അടിപൊളിയാണ്. ആ വോളിയം അപ്പ് ചെയ്യുന്നതും ഡൗൺ ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. പഴയ കമ്പാരിസൺ വീഡിയോസ് ഞാൻ നോക്കിയപ്പം 1 അപേക്ഷിച്ച് 2 കുറേ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കും പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. എനിവേസ്, ഐ എം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പർച്ചേസ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് അറിയണം അല്ലെങ്കിൽ ഇന്ന വീഡിയോ ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും പർട്ടിക്കുലറായിട്ടുള്ള വീഡിയോസ് വേണം അല്ലെങ്കിൽ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.